guys, welcome to my channel Tooniasm Unlimited. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന കിഡിലൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, മൊയിലിറച്ചി നമുക്ക് വീട്ടിൽ വെറൈറ്റി പല രീതിയിലുള്ള മൊയിലിറച്ചി നമുക്ക് കഴിച്ചിട്ടുണ്ടാവും, കറി കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഈ മൊയിലിറച്ചി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബിൻ്റെ പുറത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിട്ടിക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നതാണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നപോലെ മൊയിലിറച്ചി നമുക്ക് വെറൈറ്റി രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് മൊയിലിറച്ചി മാത്രമല്ല കേട്ടോ, ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും ഒക്കെ ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിഡിലെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഈ വെറൈറ്റി രീതിയിൽ നമുക്ക് ഈ മൊയിലിറച്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേറൊന്നുമില്ല. ഞാനിവിടെ ഒരു 1.5 സബോള എടുത്തിട്ടുണ്ട്. 1.5 എന്ന് പറയുമ്പോൾ ഒരു സബോള മുഴുവനും പിന്നെ അര സബോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തേങ്ങക്കൊത്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇറച്ചി കറിയിൽ താരെന്ന് പറയുന്നത്. മൊയിലിറച്ചിയിൽ തേങ്ങക്കൊത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെയ്താത്തവർ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഇറച്ചിയിൽ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലെല്ലാ മസാലകളും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ലോണം പരട്ടി ഒരു 15 മിനിറ്റോളം വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ചാൽ മതി. ഇപ്പം ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സബോളയിൽ അതിന് ഒരു പിടി സബോള എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞെന്ന് ഒരു പച്ചമുളക് എടുത്തിട്ട് അതിലിടാം. അതുപോലെ തന്നെ കറിവേപ്പിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് വേവിക്കുകയെന്ന് വെച്ചാൽ കുറേ നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2 വിസിലൊക്കെ മതിയാവും ഏകദേശം നല്ലോണം വേവാൻ വേണ്ടിയിട്ട്. മൊയിൽ വേഗം വേവണ ഒരു ഇറച്ചിയാണ്. ഇനി നമ്മൾ ചിലവർ ഈ തേങ്ങക്കൊത്തൊക്കെ വറുത്ത് ചേർക്കുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കുക. അതായത് വേവിക്കുന്നതോടൊപ്പം തന്നെ ഇറച്ചി വേവിക്കുന്നതോടൊപ്പം തന്നെ ഇത് ചേർത്തിട്ട് വേവിച്ച് നോക്കുക. ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നല്ലോണം ചൂടായ വെളിച്ചെണ്ണയ്ക്ക് സബോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളിൽ തന്നെ ഇടണം കേട്ടോ, സിമ്മിലിടരുത്. ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളിൽ തന്നെ ഇടണം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില അങ്ങനോടെ ഇട്ടില്ലെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അങ്ങനോടെ ഇടാണ്ട് മുറിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നല്ലോണം വാടിയിട്ടുണ്ട്. നല്ലോണം വെച്ച് ഭയങ്കരമായിട്ട് മുറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അടുത്ത ചേരുവകൾ ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സിമ്മിലല്ല ഇട്ടേക്കുന്നത്, ഫുള്ളിലാണല്ലോ. അപ്പോൾ നമ്മൾ സിമ്മിലിടുക. കാരണം വെളുത്തുള്ളി ഇഞ്ചി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ എല്ലാ കറിയിലും ആദ്യമായിട്ട് ഫസ്റ്റ് ആഡ് ചെയ്യുക മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം, ഇപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് അനുസൃതമല്ലല്ലോ, ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അത് ആഡ് ചെയ്ത് ഇളക്കുക. അങ്ങനെ മുളക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടാണ് അധികം ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. 2.5 ഇട്ടാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 2 അതായത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അത്ര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് നല്ലോണം ഇളക്കി കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഗ്രേവി ടച്ച്, മീൻസ് ഗ്രേവി പോലെ ആയിട്ടില്ലേ. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മസാലപ്പൊടിയാണ്. അപ്പോൾ കുറേ മസാലപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്താൽ മതി. അതായത് ചെറിയ ടേബിൾ സ്പൂണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ഒന്നും ഇടരുത്, കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചതിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ വേവ് ഭയങ്കരമായിട്ട് എരിവ് കൂടും. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമ്മൾ ഇനി മൂത്തയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. കാരണം എന്നാലാണ് ആ തക്കാളി ഉടയാനുള്ള സമയത്തിൽ അത് നല്ലോണം ഒന്നും കൂടി മൂത്ത് തക്കാളിയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പൊടികൾ ഇട്ടതിന് ശേഷം ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെ ഒരു പരിവാക്കണം.
നല്ലോണം ഉടഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ താരം എന്താണ് മൊയിലിറച്ചിയും തേങ്ങാക്കൊത്ത് മീൻസ് ആ കുക്കർ തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും ആ തേങ്ങാക്കൊത്തിൻ്റെ വേറെ ലെവലിൽ സ്മെല്ലാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനതിട്ട് നല്ലോണം അത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു നുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ആ മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാനൊരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, മസാലപ്പൊടി. ഒരു നുള്ള അതിന് മുകളിൽ തൂങ്ങിയിട്ട് അതിന് മുകളിൽ കൂടെ ഇത്തിരി കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ മസാലപ്പൊടി ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കറി ഒരു പ്ലേറ്റിലേക്ക് സെർവിങ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, വായിൽ വെള്ളം വരുന്നുണ്ട്. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഈ ബീഫായാലും വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പോർക്ക് ഇറച്ചി ആയാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ വെറൈറ്റി രീതിയിൽ മൊയിലിറച്ചി ഉണ്ടാക്കാന്ന് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു കിടിലൻ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാർക്കും സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. ടു നിയാസ് മള്ളി. ടാറ്റ ബൈ ബൈ. സീ